വെൽക്കം ടു സിജി ടോക്സ്. ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നോക്കുന്നത്. പേജ് നമ്പർ 114 മുതൽ. അതിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ സംഭാവനകളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. 2015 ജനുവരി മുതൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വിവിധ മേഖലകളുടെ സംഭാവന കൃത്യമായിട്ടൊന്നും കണക്കാക്കുന്നതിന് മൊത്ത വർദ്ധിത മൂല്യവും മൊത്ത സംയോജിത മൂല്യം അതായത് ഗ്രോസ് വാല്യൂ ആഡഡ് അത് ഉപയോഗിച്ചു തുടങ്ങി. അതിനു മുമ്പ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പം മേഖലാതല സംഭാവനകൾ കണക്കാക്കിയിരുന്നത്. അപ്പം മൊത്ത വർദ്ധിത മൂല്യ GVA പ്രകാരം സമ്പദ്ഘടനയിലെ ഓരോ മേഖലകളുടെയും സംഭാവന താരതമ്യേന വേഗത്തിലും കൃത്യമായിട്ടൊക്കെ കണക്കാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി അതിൽ ഗ്രോസ് വാല്യൂ ആഡഡ് മൊത്ത വർദ്ധിത മൂല്യം മൊത്ത സംയോജിത മൂല്യം GVA കുറിച്ചാണ് അവിടെ പറയുന്നത്. മൊത്ത വർദ്ധിത മൂല്യം അതായത് GVA ഗ്രോസ് വാല്യൂ ആഡഡ് അത് സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യത്തിനെയാണ് നമ്മളതിനെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ദേശീയ കണക്കിൽ മൊത്ത ഉൽപ്പന്നത്തിൻ്റെ മൂല്യത്തിൽ ഗ്രോസ് പ്രൊഡക്റ്റ് വാല്യൂ അതിൽ നിന്ന് ഇടനില ഉപഭോഗ മൂല്യം വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ അത് കുറച്ചിട്ടാണ് മൊത്ത വർദ്ധിത മൂല്യം കണക്കാക്കുന്നത്. അവിടെ ആ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മൊത്ത വർദ്ധിത മൂല്യം ഗ്രോസ് വാല്യൂ ആഡഡ് GVA എന്ന് പറയുന്നത് മൊത്ത ഉൽപ്പന്ന മൂല്യം മൈനസ് ഇടനില ഉപഭോഗ മൂല്യം. അതായത് ഗ്രോസ് വാല്യൂ ആഡഡ് GVA ഈക്വൽ ടു ഗ്രോസ് പ്രൊഡക്റ്റ് വാല്യൂ മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. അല്ലെങ്കിൽ ഒരു സാധനമോ സേവനമോ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗമാണ് ഇടനില ഉപഭോഗം അതായത് ഇന്റർമീഡിയറ്റ് കൺസംഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിൽ GVA കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന മൂല്യം മാത്രമേ കണക്കാക്കുന്നുള്ളൂ. അതിൽ ഉൽപ്പന്നത്തിന് മേലുള്ള നികുതികളോ സബ്സിഡികളോ ഒന്നും പരിഗണിക്കുന്നില്ല. അപ്പോൾ അതിൽ ഈ GDP കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന നികുതിയും ഉൽപ്പന്നത്തിന് മേലുള്ള സബ്സിഡിയും തമ്മിലുള്ള വ്യത്യാസം മൊത്ത വർദ്ധിത മൂല്യത്തോടൊപ്പം അതായത് GVAന്റെ കൂടെ എന്ത് ചെയ്യുന്നു കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം GDP അത് മൊത്ത വർദ്ധിത മൂല്യം പ്ലസ് ഉൽപ്പന്ന നികുതി മൈനസ് ഉൽപ്പന്ന സബ്സിഡി അല്ലെ. GDP ഈസ് ഈക്വൽ ടു GVA പ്ലസ് പ്രൊഡക്റ്റ് ടാക്സ് മൈനസ് പ്രൊഡക്റ്റ് സബ്സിഡി. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ വിവിധ കാലയളവിൽ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലയിൽ നിന്നുള്ള മൊത്ത വർദ്ധിത മൂല്യം അതിനെക്കുറിച്ച് ഒരു ഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആ ഗ്രാഫ് വിശകലനം ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള വിവിധ കാലയളവിൽ അതായത് 1982, 81 മുതൽ 2022, 23 വരെയുള്ള ഏത് മേഖലയുടെ സംഭാവനയാണ് GVAയിൽ തുടർച്ചയായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നത്? വ്യവസായ മേഖല ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏകദേശം മറ്റുള്ള മേഖലയിനെക്കാട്ട് തുടർച്ചയായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. GVAയിലേക്കുള്ള വിഹിതത്തിൽ തുടർച്ചയായിട്ട് വർധനവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏത് മേഖലയാണ്? സേവന മേഖല ശ്രദ്ധിച്ചാൽ അറിയാം കുറച്ചുകൂടി ഉയർന്നു വരുന്നത് സേവന മേഖലയാണ്. അത് നമ്മൾ ഗ്രാഫ് നോക്കുക. അപ്പോൾ ഈ കാലയളവിൽ വിവിധ മേഖലകളിലെ GVA വിഹിതം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ ഈ 3 മേഖലയും എടുത്ത് കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല ഈ 3 മേഖലകളും തമ്മിൽ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. സംസ്ഥാനത്തിന്റെ മൊത്ത വർദ്ധിത മൂല്യത്തിനെ കുറിച്ചും മൊത്ത സംയോജിത മൂല്യത്തിനെ കുറിച്ചാണ് ഇതിനടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കേരളത്തിൻ്റെ മൊത്ത വർദ്ധിത മൂല്യത്തിലും അതിൻ്റെ വിവിധ മേഖലകളിലുള്ള സംഭാവനകളിലൊക്കെ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ പ്രകടമാകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്ത വർദ്ധിത മൂല്യത്തിൽ വിവിധ മേഖലകളിലെ സംഭാവനകൾ വിശകലനം ചെയ്ത് നമുക്ക് ഈ ഗ്രാഫിലൂടെ മനസ്സിലാവുന്നുണ്ട്. കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല അതിൽ വർഷം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വിഹിതം ശതമാനത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. പ്രാഥമിക മേഖലയുടെ സംഭാവനയിൽ 2019-20കളിൽ നിന്നും
2022-23 കാലഘട്ടമായപ്പോൾ സംസ്ഥാനത്തിൻ്റെ മൊത്ത വർദ്ധിത മൂല്യത്തിൽ എന്ത് മാറ്റമാണ് കാണാൻ സാധിക്കുന്നത്? 2019-20 മുതൽ 23 വരെയുള്ള കാലഘട്ടത്തിൽ. അപ്പോൾ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി. രണ്ടാമത്തെ ക്വസ്റ്റ്യന് 2022-23 കാലയളവിൽ കേരളത്തിൻ്റെ മൊത്ത വർദ്ധിത മൂല്യത്തിൽ സംഭാവന കൂടുതൽ നൽകിയത് ഏത് മേഖലയാണ്? സേവന മേഖല. ഇനി ആ ഗ്രാഫ് വിശകലനം നടത്തിയപ്പോൾ ദ്വിതീയ മേഖലയുടെ സംഭാവനയിൽ ഏതു തരത്തിലുള്ള മാറ്റമാണ് പ്രകടനമായത്? അത് ദ്വിതീയ മേഖലകൾ എന്ന് പറയുന്നത് ദ്വിതീയ മേഖല കൂടുതലാണെങ്കിലും ഓരോ വർഷവും അതെന്ത് ചെയ്തു, അതിൽ നേരിയ തോതിൽ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതാണ് നമ്മൾ ആ ഗ്രാഫ് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും മൊത്ത വർദ്ധിത മൂല്യത്തിൽ തൃതീയ മേഖലയുടെ സംഭാവന എന്ന് പറയുന്നത് മറ്റു മേഖലയെ അപേക്ഷിച്ച് കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് ഇത് കൂടുതലാവാനുള്ള കാരണങ്ങൾ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ആരോഗ്യ മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും പുരോഗതി ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. പിന്നെ രാജ്യത്തിൻ്റെ വ്യാപാര വാണിജ്യ മേഖലകളെ മുന്നോട്ട് നയിക്കുന്ന ബാങ്കിങ്, ഇൻഷുറൻസ് സംവിധാനങ്ങളുടെയൊക്കെ വളർച്ച, ഗതാഗത വാർത്താവിനിമയ മേഖലകളുടെ വളർച്ച, വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച, അറിവധിഷ്ഠിത വ്യവസായങ്ങളുടെ വളർച്ച. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് മറ്റ് മേഖലയെ അപേക്ഷിച്ചിട്ട് തൃതീയ മേഖലയിൽ സംഭാവന കൂടുതലായിട്ട് ഉണ്ടാവാൻ കാരണം. ഇനി അതിൽ അറിവധിഷ്ഠിത മേഖലയുടെ വളർച്ചയെ കുറിച്ചാണ് പറഞ്ഞത്. ഗ്രൗത്ത് ഓഫ് നോളജ് സെക്ടർ. അപ്പോൾ ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗപ്രദമാകുന്ന ചില വ്യക്തിഗത പ്രത്യേകതകളെയാണ് നമ്മൾ മനുഷ്യ മൂലധനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിൽ മനുഷ്യ വിഭവത്തിൻ്റെ അറിവ്, കഴിവുകൾ, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായിട്ട് അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന മേഖലയാണ് നമ്മൾ അറിവധിഷ്ഠിത മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യയും വിവരവിനിമയ സാധ്യതകളും ഇന്ന് അറിവ് സമ്പദ്ക്രമം, അതായത് നോളജ് എക്കോണമി എന്ന തലത്തിലേക്കൊക്കെ വളർന്നു വരുന്നുണ്ട്. അതിൽ തൃതീയ മേഖലയുടെ ഭാഗമായിട്ട് അറിവ് അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങളുടെ വളർച്ച ഇന്ന് വലിയ തോതിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആഗോള തലത്തിൽ സോഫ്റ്റ്വെയർ സേവനം ലഭ്യമാക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ വിവരവിനിമയ സാങ്കേതിക വിദ്യ വികാസം പ്രാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ജനസംഖ്യയുടെ 65% 35 വയസ്സിൽ താഴെ വരുന്ന ജനസമൂഹത്തിൻ്റെ മുന്നിൽ ഇതൊരു വലിയ അവസരവും സാധ്യതയുമാണ്. അപ്പോൾ അതാണ് അറിവധിഷ്ഠിത മേഖലയിലുണ്ടായിരുന്ന വളർച്ചയെ കുറിച്ച് പറഞ്ഞത്. ഇതിൽ അറിവധിഷ്ഠിത മേഖലയുടെ വികസനത്തിനൊക്കെ വേണ്ടിയിട്ട് സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്. അപ്പോൾ കേരള സർക്കാർ ആരംഭിച്ച ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് അങ്ങനെയുള്ളതൊക്കെ ഈ അറിവധിഷ്ഠിത മേഖലയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഈ അറിവ് അധിഷ്ഠിത മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ വിവിധ വിദേശ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ജനസമൂഹം, മെച്ചപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വളർച്ച, വിപുലമായ സർക്കാർ സഹകരണ സ്വകാര്യ മേഖലകൾ, അനുദിനം വർദ്ധിച്ചു വരുന്ന വിപണികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അറിവധിഷ്ഠിത മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ്. ഇവിടെ നൽകിയിരിക്കുന്ന ഗ്രാഫ് ശ്രദ്ധിക്കുക. അപ്പോൾ 2022-23 കാലയളവിലൊക്കെ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് സേവന മേഖലയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ വിവിധ മേഖലകളിലെ തൊഴിൽ ഘടനയിലും വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഗ്രാഫ് വിശദമായിട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇന്ത്യയുടെ തൊഴിൽ ഘടന എന്ന് പറഞ്ഞാൽ 1991 മുതൽ 2019-20 വരെയുള്ളതാണ് ഈ ഗ്രാഫിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ സംഘടിത അസംഘടിത മേഖലയെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ. തൊഴിൽ മേഖലയിലെ സംഘടിത മേഖല, അസംഘടിത മേഖല എന്നിങ്ങനെ 2 വിഭാഗങ്ങളാണ് നിലനിൽക്കുന്നത്. കൃത്യമായിട്ട് നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുകയും
തൊഴിലാളികൾക്ക് സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പു നൽകുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന സംരംഭങ്ങളും പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന മേഖലയാണ് സംഘടിത മേഖല. സംഘടിത മേഖല എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുകയും തൊഴിലാളികൾക്ക് സുരക്ഷിതമായിട്ടുള്ള തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന സംരംഭങ്ങളും പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന ഭാഗമാണ് സംഘടിത മേഖല, ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത്. ഇനി അതിൽ കമ്പനി നിയമം, ഫാക്ടറി നിയമം, സൊസൈറ്റീസ് ആക്ട്, കോപ്പറേറ്റീവ് ആക്ട് തുടങ്ങിയ ഏതെങ്കിലും നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് അവയുടെ നിയമങ്ങൾക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കുന്ന തൊഴിൽ മേഖലയാണ് സംഘടിത മേഖല. അപ്പോൾ ഏത് നിയമപ്രകാരമാണോ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ആ നിയമത്തിൽ അനുശാസിക്കുന്ന വ്യവസ്ഥകളെല്ലാം അത് പാലിക്കുവാൻ വേണ്ടിയിട്ട് സംഘടിത മേഖലയിൽ തൊഴിൽ യൂണിറ്റുകൾക്കൊക്കെ ബാധ്യസ്ഥമാണ്. ഇനി അസംഘടിത മേഖലയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അസംഘടിത മേഖല എന്ന് പറയുന്നത് ഏതെങ്കിലും നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ അല്ലാതെയോ സ്ഥിരമായിട്ട് കണക്കുകൾ സൂക്ഷിക്കാത്തതോ ആയ സംരംഭങ്ങളും പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന മേഖലയാണ് അസംഘടിത മേഖല. സംഘടിത മേഖല എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അസംഘടിത മേഖല. ഇതിൽ സംഘടിത അസംഘടിത മേഖലയുടെ കൂടുതൽ സവിശേഷതകൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ സംഘടിത മേഖല എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്യപ്പെട്ട തൊഴിൽ മേഖല, രജിസ്റ്റർ ചെയ്യപ്പെടാത്ത തൊഴിൽ മേഖലയാണ് അസംഘടിത മേഖല. സ്ഥിരം തൊഴിൽ ഉറപ്പ് നൽകുന്നു, സ്ഥിരം തൊഴിൽ ഉറപ്പ് നൽകുന്നില്ല. താരതമ്യേന കൂടിയ ശമ്പളം, താരതമ്യേന കുറഞ്ഞ ശമ്പളം. തൊഴിൽ സുരക്ഷിതത്വം, തൊഴിൽ സുരക്ഷിതത്വം ഇല്ലായ്മ. ഇനി രണ്ടെണ്ണം നമുക്കവിടെ കൂട്ടിച്ചേർക്കാവുന്നത് സാമൂഹിക പരിരക്ഷ, സാമൂഹിക പരിരക്ഷ കുറവാണ്. നിശ്ചിത ജോലി സമയം, ജോലി സമയത്തിന് കൃത്യത ഇല്ലായ്മ. ഇതാണ് സംഘടിത മേഖലയും അസംഘടിത മേഖലയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അവിടെ അസംഘടിത മേഖല നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ സുരക്ഷിതമല്ലാത്ത തൊഴിലിടങ്ങൾ, ദീർഘമായിട്ടുള്ള തൊഴിൽ സമയം, കുറഞ്ഞ വേതനം തുടങ്ങിയ ധാരാളം പ്രശ്നങ്ങളൊക്കെ ഈ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്നുണ്ട്. അതിൽ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ അപേക്ഷിച്ച് വിവിധ തരം പിന്നോക്കാവസ്ഥ, അവസരങ്ങളുടെ അഭാവം തുടങ്ങിയ പലതരം പ്രശ്നങ്ങളും അതൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വിവിധ തരത്തിലുള്ള അസമത്വത്തിലേക്കൊക്കെ നയിക്കുന്നുണ്ട്. ഇവ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി നിയമങ്ങളൊക്കെ നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടവയെക്കുറിച്ചാണ് അതിൽ പറയാൻ പോകുന്നത്. ഒന്ന്, അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം 2008, ദ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് 2008. അപ്പോൾ അസംഘടിത തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം, പ്രസവാനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം, വിവിധ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ അതൊക്കെ ഉറപ്പ് വരുത്തുന്നതിനുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊക്കെ ഈ നിയമം അല്ലെങ്കിൽ ഈ നിയമമൊക്കെ അധികാരമൊക്കെ നൽകുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ കോഡ് 2020, ദ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020. അതിൽ സംഘടിത അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് 2020 രൂപീകരിച്ച നിയമമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020. സ്വയം തൊഴിൽ ഏർപ്പെടുന്നവർ, വീട്ടുജോലിക്കാർ, ദിവസ വേതനക്കാർ, അതിഥി തൊഴിലാളികൾ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ തുടങ്ങിയവരൊക്കെ ഈ നിയമത്തിൻ്റെ അനുകൂലത്തിന് അർഹരാണ്. അപ്പോൾ അതിൽ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ, അപകട ഇൻഷുറൻസ്, പ്രസവാനുകൂല്യങ്ങൾ, സൗജന്യ ചികിത്സാ ആനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണം എന്നിവ ഈ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ഇത്തരം നിയമങ്ങൾക്ക് പുറമെ തൊഴിലാളികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുക, അവർക്ക് വായ്പകൾ ലഭ്യമാക്കുക, തൊഴിൽ നിയമങ്ങൾ കൂടുതൽ അയവുള്ളതാക്കുക തുടങ്ങിയ മറ്റനേകം നടപടിക്രമങ്ങളും അസംഘടിത മേഖലയൊക്കെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. അവിടെ ഒരു ബോക്സിൽ തൊട്ട് താഴത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ. അതെന്താണെന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അതിൽ നമ്മൾ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വിവിധ മേഖലകളിൽ അതിൽ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല,
തൃതീയ മേഖല, ഈ 3 വിഭാഗങ്ങളെക്കുറിച്ചാണ് കൂടുതലായിട്ട് ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്തത്.